ശബരിമല യുവതീ പ്രവേശന കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ കേരള സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത്? ഇതിനെക്കുറിച്ച് വ്യക്തമായ രീതിയിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് സംസാരിച്ചത്. ശബരിമല വിഷയത്തിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരേ ഒരു നിലപാടേയുള്ളൂ. അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കപ്പെടണം. യുവതികളെ അവിടെ പ്രവേശിക്കാൻ പാടില്ല എന്നതായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം. എന്നാൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ സത്യവാങ്മൂലം തിരുത്തിക്കൊണ്ട് യുവതീ പ്രവേശനം അനുവദിക്കണം എന്ന് കോടതിയെ അറിയിക്കുകയായിരുന്നു. ഇതാണ് പിന്നീട് കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കും തർക്കങ്ങൾക്കും വഴിവെച്ചത്. നാളെ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ സർക്കാർ എന്ത് നിലപാട് എടുക്കുമെന്നാണ് ചെന്നിത്തല ചോദിക്കുന്നത്. യുവതീ പ്രവേശനത്തിന് അനുകൂലമായി നൽകിയ തെറ്റായ സത്യവാങ്മൂലം തിരുത്താൻ സർക്കാർ തയ്യാറാകുമോ? ശബരിമലയിലെ പ്രത്യേകതകൾ അനുസരിച്ച് ആചാരങ്ങൾ പാലിക്കപ്പെടണം എന്നതാണ് ഭക്തരുടെ ആവശ്യം. യുവതീ പ്രവേശനത്തിന് ശേഷം നാട്ടിലെ വീടുകൾ തോറും കയറിയിറങ്ങി മാപ്പ് പറഞ്ഞ CPM ഇപ്പോൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കേണ്ട സമയമായിരിക്കുകയാണ്. ആ തെറ്റായ സത്യവാങ്മൂലം മാറ്റി എഴുതണമെന്ന ഉറച്ച ആവശ്യമാണ് UDF-നുള്ളത്. ഇതുകൂടാതെ ശബരിമലയുടെ പേരിൽ നടന്ന വലിയ കൊള്ളയെക്കുറിച്ചും അദ്ദേഹം ആഞ്ഞടിച്ചു. ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നടന്നത് വലിയ അഴിമതിയാണെന്നും ഇതിൽ ദേവസ്വം മന്ത്രിക്ക് നേരിട്ട് ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം വീണ്ടും പറയുകയാണ്. ഭക്തരുടെ പണവും ശബരിമലയുടെ പേരും ഉപയോഗിച്ച് അഴിമതി നടത്തുന്നത് വെച്ച് പൊറുപ്പിക്കാനാവില്ല. അതോടൊപ്പം തന്നെ കേരളത്തിലെ തകർന്ന ക്രമസമാധാന നിലയെക്കുറിച്ചും അദ്ദേഹം വീണ്ടും ഓർമ്മിപ്പിച്ചു. തിരുവനന്തപുരത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച DYFI പ്രവർത്തകർക്ക് എളുപ്പത്തിൽ ജാമ്യം ലഭിക്കുന്ന അവസ്ഥയാണ് ഇന്ന്. പോലീസുകാർക്ക് പോലും ഈ ഭരണത്തിന് കീഴിൽ രക്ഷയില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. വിശ്വാസത്തെ മുറിപ്പെടുത്തിയ സർക്കാർ ഇപ്പോൾ അഴിമതിയിലും അക്രമത്തിലും മുങ്ങി നിൽക്കുകയാണ്. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ ആ പ്രതികരണം നമുക്കൊന്ന് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. കേസ് നാളെ സുപ്രീം കോടതിയിൽ പരിഗണനയ്ക്ക് വരികയാണ്. ഗവൺമെൻറ്റിൻ്റെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. കാരണം ഞങ്ങൾക്കൊരു നിലപാടേ ഉള്ളൂ. യുവതികളെ അവിടെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് അന്നും ഇന്നും UDF എടുത്തിട്ടുള്ള നിലപാട്. അതനുസരിച്ചാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അഫിഡവിറ്റ് കൊടുത്തിരുന്നത്. ആ അഫിഡവിറ്റ് മാറ്റിയിട്ടാണ് അന്ന് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് യുവതീ പ്രവേശനം അനുവദിക്കണം എന്നുള്ള സത്യവാങ്മൂലം കൊടുത്തത്. ഇപ്പോഴും അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് അവർ വ്യക്തമാക്കണം. ഞങ്ങൾക്കൊരു നിലപാടേ ഉള്ളൂ. കാരണം ആചാരങ്ങൾക്കനുസരിച്ചും അവിടുത്തെ ശബരിമലയുടെ പ്രത്യേകത അനുസരിച്ചും വിശ്വാസങ്ങളനുസരിച്ചും യുവതികളെ കയറ്റാൻ പാടില്ല എന്നുള്ളതാണ്. അതേസമയം 50-55 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ കയറ്റുന്നതിന് ഞങ്ങൾ ആരും എതിരുമല്ല. അപ്പോൾ ഗവൺമെൻറ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കേണ്ട സമയമായിരിക്കുന്നു. യുവതീ പ്രവേശനം അനുവദിച്ച ശേഷം നാട്ടിലെ ജനങ്ങളുടെ വീടുകളിൽ പോയി മാപ്പ് പറഞ്ഞവരാണ് മാർക്സിസ്റ്റ് പാർട്ടി. അവരുടെ ഇപ്പോഴത്തെ നിലപാടാണ് അറിയാൻ താല്പര്യം. ഈ ആഗോള അയ്യപ്പ സംഗമം വന്നപ്പോൾ അന്ന് UDF പറഞ്ഞത് അഫിഡവിറ്റ് മാറ്റി നൽകണമെന്നാണ്. അതിൽ ഇനി നിലപാട് ഞങ്ങളുടെ നിലപാട് അത് തന്നെയാണ്. ആ ഗവൺമെൻറ് കൊടുത്ത അഫിഡവിറ്റ് മാറ്റി എഴുതണം. കാരണം യുവതി പ്രവേശനം അനുവദനീയമല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അത്തരം ഒരു അഫിഡവിറ്റ് കൊടുത്തത്. അത് മാറ്റിയിട്ടാണ് യുവതി പ്രവേശനം അനുവദിക്കണമെന്നാണ് പിണറായി വിജയൻ ഗവൺമെൻറ് അഫിഡവിറ്റ് കൊടുത്തത്. അവരിപ്പോഴും അത് നിൽക്കുന്നുണ്ടോ എന്ന് അറിയേണ്ട സമയമാണിപ്പോൾ. മുഖ്യമന്ത്രി അത് വ്യക്തമാക്കട്ടെ. അതോടൊപ്പം തന്നെ ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു DYFകാരി എന്നൊരു പോലീസിനെ മർദ്ദിച്ചു. മർദ്ദനമേറ്റ പോലീസുകാരൻ്റെ പേരിൽ വളരെ ഫ്ലിംസി ആയിട്ടുള്ള വകുപ്പുകൾ. പക്ഷേ മർദ്ദിച്ചവർക്ക് ജാമ്യവും കിട്ടി. ഇതാണ് ഇവിടെ നടക്കുന്ന പോലീസ് സംവിധാനം. ഒരു SIയെ കുത്തി. അപ്പോൾ പോലീസുകാർക്ക് ഈ ഗവൺമെൻറ് കാലത്ത് രക്ഷയില്ലാത്തൊരവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇതാണ് ജനങ്ങൾ കാണേണ്ടത്. അത് വലിയ കൊള്ളയല്ലേ നടന്നത്? വലിയ അഴിമതിയല്ലേ? ഈ അഴിമതിയും കൊള്ളയ്ക്കും ഗവൺമെൻറ് കൂട്ടു നിൽക്കുകയാണ്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ദേവസ്വം മന്ത്രിക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ടെന്ന്. ഈ കൊള്ളയും അഴിമതിയും തടയാൻ ഗവൺമെൻറ് എന്ത് ചെയ്യും? അതാണ് അറിയേണ്ടത്. ഇതിനെപ്പറ്റി ഇതിൻ്റെ കുറ്റക്കാരുടെ പേരിൽ നടപടിയെടുക്കണ്ടേ? ആ നടപടിയെടുക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് വരുമോ?